ഇവന്റെ ഹണിമൂൺ ട്രിപ്പാ, ഭാര്യ ഇല്ലാതെ. കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിച്ച കഷ്ടം. എന്നെ കൂട്ടാതെ എവിടോ പോയേക്കുവാ. ഇതുകൊണ്ട് ഭാര്യ കാണിച്ചു കൊടുക്കണം. എന്നോട് നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അടിപൊളി ആവശ്യമില്ലാതെ കൊരങ്ങനെ നോക്കേ. ഇനിയാണ് വ്യൂ പോയിന്റ്, നോക്കിക്കോ. എന്റെ പൊന്നെ വല്ല ചുരുട്ടെങ്ങനെ കാണുക. ഇങ്ങനെ കുരുത്തിരിക്കും. തേമ്പാറ കാണാൻ വേണ്ടി വന്നേ കഷ്ടപ്പെട്ട്. കഴിച്ചിട്ടാണ് വന്നേ. ലൈം സോഡ ഉണ്ടോ? 10 രൂപയുടെ വെള്ളം തരും. വെട്ടേക്കുണ്ട്. മണിയിലോട്ടൊക്കെ കയറി. ഇത് അതുകൊണ്ടോ വയലുണ്ടോ നന്നായിരിക്കും. എന്നിട്ട് നിരങ്ങി ഇറങ്ങണം താഴോട്ട്. അതെ, ഇതുപോലെ അവിടെ നിന്ന് ഇവിടെ നടന്നു വരാമോ? വേണ്ട, അത് വേണ്ട. ഈ റോഡിൽ കൂടെ വന്നാൽ മതി, മെയിൻ റോഡിൽ കൂടെ വന്നാൽ മതി. ഹായ്, നമസ്കാരം. വീറ്റു വ്ളോഗ്സിൻ്റെ പഴയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചാനൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എടുത്തു വെച്ച ഒരു പഴയ വീഡിയോ ആണിത്. സമയദൈർഘ്യം കൂടുതലായിരുന്നത് കൊണ്ടും എഡിറ്റിംഗ് വളരെ മോശമായിരുന്നത് കൊണ്ടും അപ്ലോഡ് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള അധികം ഫേമസ് അല്ലാത്ത ഒരു സ്ഥലത്തേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. പുനലൂരിലെ ചാലിയക്കര എസ്റ്റേറ്റിന് സമീപത്തായിട്ടുള്ള തേനടകൾ നിറഞ്ഞ തേൻപാറ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. ഈ പാറ നിറയെ തേനടകൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ നമ്മൾ വന്ന സമയത്ത് തേനടകൾ വളരെ കുറവായിരുന്നു, ഓഫ് സീസൺ ആയിരുന്നു. കണ്ടരുത്, ചുമ്മാ നീച്ച പറഞ്ഞായിരുന്നു. കയറുന്നു. കാവൊക്കെ ഉണ്ടല്ലോ. പ്രാവോ? കാവ്. എന്തിയ പ്രാവ്? കാവ്. കാവ്. കാവോ? ഞാൻ കിടന്ന് പ്രാവുണ്ടല്ലോ. ഞാൻ ഇവിടെ നോക്കുക. പ്രാവ് അവിടെ. കാവ് എന്ന് പറഞ്ഞാൽ പ്രാവ് നീക്കുന്നിരുത്തൻ. ഇതിനെ കൊണ്ടാ വ്ലോഗ് ചെയ്യാറില്ല. എന്റെ പൊന്നെ വല്ല ചുരുട്ടെങ്ങനെ കാണുക. ഇങ്ങനെ കുരുത്തിരിക്കും. തേമ്പാറ കാണാൻ വേണ്ടി വന്നേ കഷ്ടപ്പെട്ട്. അങ്ങനെ തേനില്ലാത്ത തേമ്പാറയിലെത്തിയിരിക്കുകയാണ് നമ്മള്. സീസൺ അല്ല, ഓഫ് സീസണാ. തേനീച്ചകളെല്ലാം ലീവ് എടുത്തിരിക്കും. തേനീച്ചകൾ പരാഗണത്തിന് പോയി, അതുകൊണ്ടായിരിക്കും. പരാഗണം നടത്തിക്കൊണ്ടിരിക്കുന്ന തേനീച്ചകളായതുകൊണ്ട് തേനടകളൊന്നും പോയിട്ട് അടുത്ത മാസം വരാം. അങ്ങനെ നമ്മള് തേമ്പാറ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത എങ്ങോട്ടാടെ? ചാലിയക്കര അക്കോഡേറ്റോ? ചാലിയക്കര അക്കോഡേറ്റിലോട്ട് പോവാം. തുടക്കം തന്നെ പാളിയെങ്കിലും ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. AVT എസ്റ്റേറ്റിനകത്തുകൂടി ഉള്ള ഈ പ്രൈവറ്റ് വഴിയിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ചാലിയക്കര ജംഗ്ഷനിലെത്താൻ സാധിക്കും. അവിടെയാണ് ഈ ചാലിയക്കര അക്കോഡേറ്റ് ഉള്ളത്. എന്നാൽ ഈ ഒരു വഴി കണ്ടപ്പോൾ നമ്മുടെ എല്ലാ പ്ലാനുകളും മാറി. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. രണ്ട് വണ്ടികളിലായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും കയ്യിൽ മൈക്കുണ്ട്. വീഡിയോ എഡിറ്റിനിട്ടപ്പോൾ ഏതോ ഒരു സിനിമയിൽ ചെവിയേക്കാത്ത ഇന്നസെൻ്റ് ചേട്ടനും കൊച്ചിങ്ങനിപ്പ ചേട്ടനും സംസാരിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. ഇതുവഴി എന്റെ വീട്ടിൽ പോകുന്നത് ആള് പോകുന്നേടാ. ആൾക്കാരൊക്കെ പോകുന്നതാ. റോഡെന്ന് പറയുന്ന സാധനം എന്തി നല്ലതല്ലേ? ആൾക്കാരൊക്കെ ഉണ്ട്. കുറെ ഇഷ്ടം പോലെ ബൈക്ക് വരും. ഈ നാടിനെ പറ്റി ഇതെന്തോ മൊത്തം കാട് പണ്ട് കാട് വെട്ടി തെറ്റിച്ചതൊക്കെ കുടിയേറിയൊന്നുമല്ല. പണ്ടുള്ള ആൾക്കാരോട് താമസിച്ചോണ്ട് ഇത് വർഷം മുമ്പല്ലേ. ഇത് മൊത്തം കാടല്ലായിരുന്നു. ആൾക്കാർക്ക് പിന്നെ അവരുടെ താമസിക്കാൻ വേണ്ടിയിട്ട് കാടൊക്കെ വെട്ടി തെളിച്ചുണ്ടാക്കിയതാണ്. ചാലിയക്കരയിൽ നിന്നും മാമ്പഴത്തറയിലേക്ക് പോകുന്ന വനത്തിന് നടുവിലൂടെയുള്ള ഈ പാത വളരെ മനോഹരമാണെങ്കിലും വളരെ റിസ്ക്കുള്ള ഒരു പാത കൂടിയാണ്. പകൽ സമയത്ത് പോലും വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വഴിയാണ് ഇത്. മൃഗങ്ങളെ കണ്ട ഹോൺ അടിക്കരുത്. ഞാൻ ആരെ ഹോൺ അടിക്കുന്നത്? അതെ, അത്ര നല്ല. അത് നല്ല കാര്യം. ബസ് സർവീസ് ഉള്ള റോഡാണെങ്കിലും സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന ഒരു പാതയാണിത്. ഇതുവഴി യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഉച്ചയ്ക്ക് ശേഷം ഈ വഴി പോകുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. മുളക് കിട്ടിയിട്ടുണ്ട്. ആനത്താരി ആനയ്ക്ക് കൊടുക്കുന്ന വെള്ളമാണ്. ഇവിടുന്നൊക്കെ ആന വെള്ളം കുടിച്ചിട്ട്
ആർമാദിക്കുക. ഒരു കാട്ടു പശു അല്ല, ഒരു കാട്ടു കാള. അങ്ങനെ മാമ്പഴത്തറ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ സ്കൂളാണ്, ലോവർ പ്രൈമറി സ്കൂൾ മാമ്പഴത്തറ, റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ സ്കൂൾ. ഇനിയാണ് വ്യൂ പോയിന്റ്. നോക്കിക്കോ, ദാണ്ട് ആ ബോർഡ് എടുത്തോ, ഹാരിസൺ മലയാളം ലിമിറ്റഡ്, നാഗമലൈ എസ്റ്റേറ്റ്. ഇതാണ് നാഗമല എസ്റ്റേറ്റ്. ഇവിടെ എല്ലാം റബ്ബറായിരുന്നു, ഫുള്ള് റബ്ബർ. കാടിന് നടുവിലൂടെ മാമ്പഴത്തറയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാഗമല എസ്റ്റേറ്റിന് നടുവിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ എസ്റ്റേറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കാടിന് നടുവിലൂടെ യാത്ര ചെയ്യും. അതിനുശേഷം നെടുമ്പാറ എസ്റ്റേറ്റിൽ എത്തിച്ചേർന്നിട്ട് അവിടെ നിന്നൊരു 3 കിലോമീറ്റർ എസ്റ്റേറ്റ് നടുക്കൂടെ വീണ്ടും പോയി കഴിഞ്ഞാൽ നമ്മൾ നാഷണൽ ഹൈവേ 744 ചെന്ന് ചേരും. ഒന്ന് വിരിച്ചിരിക്കുക, കയ്യിലേക്ക് ഊരി. എല്ലാരും പറയുന്നേ ഈ മയില് പീലി വിടർത്തണമെങ്കിൽ മഴ പെയ്യണോ, മഴക്കാറ് കണ്ടാൽ പെയ്തുള്ളൂ. എവിടെ അതിന്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് പീലി വിടർത്തുന്നത്. ലാലു പി മാമ്പഴത്തറ ബസ്സില്ലേ, ഞാൻ ഇതുവഴി വന്ന് കയറും. അപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു സ്കൂൾ കണ്ടില്ലേ, അപ്പൊ ആ വഴി വന്നിട്ട് ഇതുവഴി കയറിയിട്ട് ഇവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് പോകും. ഇവിടെ വരെ ഉള്ളു ബസ് കേട്ടോ. ലൈൻസ് അവിടെ ഉണ്ടോ? 10 രൂപയുടെ വെള്ളം തരും. വെട്ടേക്കുണ്ട്. ഇതുകൊണ്ട് സെവനപ്പിന്റെ 10ന്റെ സെവനപ്പില്ലേ? താങ്കൾ പരിഷ്കാരിയാണോ? സാധാ വെള്ളം വേണ്ട, 10ന്റെ ചെറിയ ഫ്രൂട്ടിയോ അങ്ങനെ സെവനപ്പ് ചോദിച്ചു പറഞ്ഞിട്ടേ എന്നാ വേണ്ട. വന്യജീവി കോഴി. മക്കളൂസേ നോട്ടം ശരിയല്ല, നോട്ടം ശരിയല്ല. മടിയിലോട്ട് കയറി പ്രത്യേകം അവമാനിക്കോ എന്നെ. വെള്ളത്താട കാരമേ, ഞാൻ എവിടുന്നാണ് വെള്ളം തരുന്നത്? കുപ്പി വെള്ളം നമ്മൾ കാട്ടിലോട്ടാണ് കയറാൻ പോകുന്നത്. ഹെയർപിന്നാണോ നിറയുമ്പം അഗാധമായ വളവുകളാണ്. വളം എങ്ങനെ അഗാധം ഒക്കെ ഇല്ല, അഗാധം ഭയങ്കര ഭംഗിയല്ല, നല്ല ഭംഗി. ഇവന്റെ ഹണിമൂൺ ട്രിപ്പാ, ഭാര്യ ഇല്ലാതെ. കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിച്ച എന്നെ കൂട്ടാതെ എവിടോ പോയേക്കുവാ. ഇതുകൊണ്ട് ഭാര്യ കാണിച്ചു കൊടുക്കണം എന്നോട്, നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അടിപൊളി ആകർഷിക്കാതെ. ചരിത്രം നോക്കുകയാണെങ്കിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം ഈ പാതയ്ക്കുണ്ട്. തിരുവിതാംകൂർ രാജഭരണത്തിന് മുമ്പ് തൊട്ട് തന്നെ ഈ പാത തമിഴ്നാട്ടിലേക്കുള്ള സഞ്ചാരപാതയായിട്ട് ഉപയോഗിച്ചിരുന്നെന്ന് പറയപ്പെടുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കൊല്ലം ചെങ്കോട്ട പാത അന്നില്ല. തമിഴ്നാടുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് ഈ പാതയായിരുന്നു പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. കൊരങ്ങനെ നോക്കേ. മൂന്നടി ഉണ്ടായിരുന്ന ഈ പാത പിന്നീട് തിരുവിതാംകൂർ രാജാക്കന്മാർ വികസിപ്പിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും കാൽനടയായിട്ടും കാളവണ്ടിയിലായിട്ടൊക്കെയാണ് അന്നത്തെ യാത്രകൾ നടന്നിരുന്നത്. അതിമനോഹരമായ മാമ്പഴത്തറ വ്യൂ പോയിന്റാണ് ഈ കാണുന്നത്. എന്നിട്ട് നിരങ്ങി ഇറങ്ങണം താഴോട്ട്. അതെ, ഇതുപോലെ അവിടുന്ന് ഇവിടെ നടന്നവരോ? വേണ്ട, അത് വേണ്ട, ഈ റോഡിൽ കൂടെ വന്നാൽ മതി, മെയിൻ റോഡിൽ കൂടെ വന്നാൽ മതി. അങ്ങനെ കാനനപാത തീർന്ന് നമ്മൾ വീണ്ടും എസ്റ്റേറ്റിന് നടുവിലൂടെയുള്ള റോഡിലെത്തിയിരിക്കുകയാണ്. ഇത്തവണ നെടുമ്പാറ എസ്റ്റേറ്റ് നടുവിലൂടെയുള്ള റോഡാണ്. അങ്ങനെ നമ്മൾ അവസാനം നെടുമ്പാറ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ആകെയുള്ള ഒരു തേയിലത്തോട്ടത്തിലെത്താൻ സാധിക്കും, അമ്പനാട് എസ്റ്റേറ്റിൽ. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് NH 746 എത്തിച്ചേരാൻ സാധിക്കും. ഉരുൾപൊട്ടൽ സാധ്യത കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ ഒരു പാലവും കൊണ്ടുവന്ന് കെട്ടിരിക്കുന്ന തടികളും ഒക്കെ ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും.
ഓരോന്ന് പെയ്തോണ്ടിരിക്കും. നിങ്ങൾ ഇതുവഴി പോയി റബ്ബറും തേയിലയും കൂടാതെ കശുവണ്ടി, കൊക്കോ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കൃഷികൾ നമുക്ക് ഈ എസ്റ്റേറ്റിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ള കാഴ്ചകൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.